പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വിശ്വസ്തത എത്രമാത്രമുണ്ട്. പിതാവായ ദൈവം ഏൽപ്പിച്ച ഏറ്റവും വലിയ ദൗത്യം മനുഷ്യൻ്റെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് മനുഷ്യരോരോരുത്തരും മുറിയപ്പെടേണ്ട സ്ഥാനത്ത് മനുഷ്യന് വേണ്ടി മുറിവേറ്റ് ഓരോ മനുഷ്യനും നഗ്നനായി കുരിശിൽ അടിക്കപ്പെടേണ്ട സ്ഥാനത്ത് ഓരോ മനുഷ്യർക്കും പകരക്കാരനായി യേശു കുരിശിൽ തറയ്ക്കപ്പെട്ടുകൊണ്ട് പാടുപീഡകൾ സഹിച്ച് പിതാവിൻ്റെ മുമ്പിൽ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്. 10:23 നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം. ഹെബ്രായ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ മേഖല അവിടുന്ന് നമ്മളോട് പറയുകയാണ്. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാണ്. നമ്മോട് വാഗ്ദാനം ചെയ്തതാരാ? ദൈവം മനുഷ്യനോട് വാഗ്ദാനം ചെയ്തു, നിന്നെ ഞാൻ രക്ഷിക്കും. ആ വാഗ്ദാനം ചെയ്ത കർത്താവ് നമുക്ക് രക്ഷ നൽകുന്നതിന് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം പാപപരിഹാര ബലിയായി മാറി. യോഹന്നാൻ്റെ ലേഖനത്തിൽ നമുക്ക് 2-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുവചനം 1 യോഹന്നാൻ 2:2 പറയുന്നുണ്ട്, അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. യേശുക്രിസ്തു പാപങ്ങൾക്ക് പരിഹാര ബലിയായി മാറിയുമെങ്കിൽ ആ പരിഹാര ബലിയിൽ നമ്മൾ പങ്കാളികളായി മാറുന്നുണ്ടോ എന്നതാണ് നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ടത്. ലോകം മുഴുവനുള്ള സകല മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു പരിഹാര ബലിയായി മാറിയതെങ്കിൽ ലോകം മുഴുവനുമുള്ള സകല മനുഷ്യരും ഈ പരിഹാര ബലിയിൽ പങ്കുചേരണമെങ്കിൽ ഒന്നാമതായി യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനും കർത്താവും രാജാവുമായി സ്വീകരിക്കുകയും രണ്ടാമതായി പാപങ്ങളെയും പാപസാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിക്കുകയും മൂന്നാമതായി സാത്താനെയും അവൻ്റെ ആഡംബരങ്ങളെയും എല്ലാം വെറുത്തുപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷകനും നാഥനും കർത്താവും രാജാവുമായി സ്വീകരിച്ചുകൊണ്ട് ആ യേശുക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് ആ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ആ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെടുന്ന, നമ്മളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കപ്പെടുന്ന ആ അടിസ്ഥാന കൂദാശയാകുന്ന മാമോദിസ സ്വീകരിച്ച് ആ സ്വീകരണത്തിലൂടെയാണ് ആ കർത്താവിൻ്റെ വിശ്വസ്തത അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ ജീവൻ്റെ അപ്പമാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ ഈ കർത്താവിൻ്റെ ഈ വാഗ്ദാനം, ഞാൻ ജീവൻ്റെ അപ്പമാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വിശ്വസ്തതയും കർത്താവിൻ്റെ വാഗ്ദാനവുമാണ്. ആ കർത്താവിൻ്റെ വാഗ്ദാനം അവിടുന്ന് പൂർത്തീകരിക്കപ്പെടുന്നത്, ആ ശരീരം നമ്മുടെ ശരീരത്തോട് ഒന്നായി മാറ്റപ്പെടുന്നത് ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോഴാണ്. ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കണമെങ്കിൽ ഇവനിവിടെ മാമോദിസ മുങ്ങണം. മാമോദിസ മുങ്ങുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മാമോദിസ എന്ന കൂദാശ സ്ഥാപിച്ച ആ കർത്താവ് നമ്മോടുള്ള വിശ്വസ്തനാണ്. ഈ മാമോദിസ സ്ഥാപിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ കുരിശിൽ കിടന്ന് കർത്താവ് അർപ്പിച്ച ബലിയുടെ പങ്കുകാരനായി മാറുവാനായിട്ടുള്ള യോഗ്യത, ജന്മപാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നുമുള്ള യോഗ്യത എനിക്ക് ലഭിക്കുന്നത് മാമോദിസയിലൂടെയാണ്. ആ മാമോദിസയിലൂടെ ഈ യോഗ്യത എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ എനിക്ക് സ്വീകരിക്കാം. ആ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് എൻ്റെ ആത്മാവിൽ കർത്താവിൻ്റെ ആത്മാവുമായിട്ട് ഒന്നായി മാറ്റപ്പെടുന്നത്. എൻ്റെ ശരീരത്തിൽ യേശുക്രിസ്തു വന്ന് ലയിച്ച് ചേർന്ന് എന്നിൽ ഒരുവനായി മാറിയത്
അതുകൊണ്ട് മാമോദിസ സ്വീകരിക്കാത്ത ഒരു മക്കളുടെയും ശരീരത്തിൽ, രക്തത്തിൽ, ആത്മാവിൽ യേശുക്രിസ്തു ലയിച്ച് ചേർന്നിട്ടില്ല. അത് ചേരണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ വിശ്വസ്തതാപൂർവം യേശുക്രിസ്തു ഈ ഭൂമിയിൽ സ്ഥാപിച്ച ആ സഭയിൽ അംഗമായി മാറ്റപ്പെടണം. ആ സഭയിൽ അംഗമായി മാറ്റപ്പെടണമെങ്കിൽ ഞാൻ മാമോദിസ സ്വീകരിക്കണം. കർത്താവ് വിശ്വസ്തനാണ്. ആ മാമോദിസ സ്ഥാപിച്ചത് ലോകമെങ്ങും പോയി സകല ജനങ്ങളെ ശിഷ്യപ്പെടുത്ത പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് സ്നാനം കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജ്ഞാനസ്നാനം കൊടുക്കുവാനായിട്ടുള്ള അധികാരം കൊടുത്തത് തൻ്റെ ശിഷ്യന്മാരിലൂടെയാണ്. ആ ശിഷ്യന്മാർക്ക് കൊടുത്തു. ആ ശിഷ്യന്മാർക്ക് കൊടുത്ത ആ മാമോദിസ എന്ന കുദാശ സ്വീകരണത്തിലൂടെയും വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും യേശുക്രിസ്തു കാൽവരി മലയിൽ അർപ്പിച്ച അതേ ബലിയിൽ പങ്കുകാരനായി നമുക്ക് മാറുവാൻ സാധിക്കുന്നു. അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. ആ പാപപരിഹാര ബലി എൻ്റെ ജീവിതത്തിൽ ആ ക്രിസ്തുവിനെ സ്വന്തമാക്കി അനുഭവിക്കണമെങ്കിൽ ഞാൻ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ പിതാവ് വിശ്വസ്തനാണ്, ഞാനും വിശ്വസ്തനാണ്. എൻ്റെ ശരീരം ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ച് തരാം. ഞാനത് പറഞ്ഞു. ഈ ശരീരം നിങ്ങൾക്ക് പങ്കുവെച്ച് കഴിക്കാൻ, നിങ്ങൾക്ക് ഈ പച്ചമാംസം നിങ്ങൾക്ക് കഴിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. എന്നാൽ ഈ മാംസത്തിൽ ഞാൻ ജീവിക്കുന്നത് പോലെ തന്നെ ഈ പറയപ്പെട്ട ഓസ്തിയിൽ, ഈ അപ്പത്തിൽ എനിക്ക് ജീവിക്കുവാൻ പറ്റും. ആ അപ്പം നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ നിങ്ങളിൽ ഒരുവനായി ഞാൻ മാറ്റപ്പെടും. നിങ്ങളുടെ ആത്മാവിന് ഒരിക്കലും മരണമുണ്ടാകത്തില്ല. അത് നിത്യജീവൻ അതിന് പ്രദാനം ചെയ്യും. ഇത് കർത്താവ് വിശ്വസ്തനാണ്. നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, അവിടുന്ന് വിശ്വസ്തനായിരിക്കുന്നത് പോലെ തന്നെ എന്നും വിശ്വസ്തരായി ജീവിക്കുവാൻ, അവിടുത്തെ വിശ്വസ്തത ആർക്കും മാറ്റിമറിക്കാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഈ വചനങ്ങളെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസ്തരായി ജീവിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.